ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വെള്ളിയാഴ്ച ക്ലോസിങ്ങിന് ശേഷം നമ്മൾ നാളെ വീണ്ടും വിപണിയിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച ഏകദേശം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 25,000-ന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. 25,003 എന്ന് പറയുന്ന 252 പോയിൻ്റ് നേട്ടത്തോടു കൂടി BSE സെൻസെക്സിൽ 746 പോയിൻ്റ് റാലി, നിഫ്റ്റി ബാങ്കിൽ 817, അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും വെള്ളിയാഴ്ച വളരെ നല്ല മൂവ്മെൻറ്റ് കണ്ടു. RBIയുടെ വളരെ ത്രസിപ്പിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ, അതായത് പലിശ നിരക്കിലും അതുപോലെ തന്നെ CRRലും കുറവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും വിപണിയെ സന്തോഷിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഏതായാലും വിപണി കാത്തിരുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു വിപണി. എല്ലാ മേഖലകളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈയിങ് ആയിരുന്നു. ഒരവസരത്തിൽ ചെറിയ ഒരു നേരിയ ആദ്യം പറഞ്ഞ റിസർവ് ഗവർണർ പറഞ്ഞിരിക്കുന്ന ആദ്യം പലിശ നിരക്ക് 50 ബേസിസ് പോയിൻ്റ് കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ നിഫ്റ്റിയിലൊരു ജെർക്ക് വന്നെങ്കിലും പിന്നീട് അതൊരു സ്റ്റാൻഡ് മാറിയപ്പോൾ, അതായത് അക്കോമഡേറ്റീവിൽ നിന്നും മാറി ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് വരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതായത് ഇനി അങ്ങോട്ട് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അദ്ദേഹം ക്യാഷ് റിസർവ് റേഷ്യോ CRRൽ വീണ്ടും 1% കട്ട് പ്രഖ്യാപിച്ച സമയത്ത് മാർക്കറ്റിൽ പിന്നീട് നല്ല രീതിയിലുള്ളൊരു മാറ്റം രേഖപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഞാൻ RBIയുടെ വിപണി ഈ പറയുന്ന പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു വീക്കെൻഡിൽ ഞാൻ ചെയ്തതാണ്. വീക്കെൻഡിൽ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അതിൽ പല സെക്ടറുകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റിൽ വെള്ളിയാഴ്ച നമുക്ക് ക്ലോസ് ചെയ്ത സമയത്ത് US മാർക്കറ്റും ക്ലോസിങ്ങിൽ തന്നെ പോസിറ്റീവ് ക്ലോസിങ്ങിനെയാണ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയും FIIസിൻ്റെ ഫിഗേഴ്സ് പോസിറ്റീവാണ്. FIIസും DIAസും ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. DIS 9,342 കോടി രൂപയും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,009 കോടി രൂപയുടെയും വാങ്ങലുകളാണ് നടത്തിയിരിക്കുന്നത്. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് FIIs ഷോർട്ട് പൊസിഷൻസിലായിരുന്നു. ഷോർട്ട് പൊസിഷൻസ് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആഴ്ച ചെയ്ത വീക്കിലി പോഡ്കാസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, FIIs ഷോർട്ട് പൊസിഷൻസിലാണ്. അത്രയും വലിയ ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റിനെ അത്രമാത്രം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർ ഷോർട്ട് കട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ആ ഷോർട്ട് കട്ടിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് വന്നു കഴിയുന്ന സമയത്ത് മാർക്കറ്റിലൊരു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു സ്ട്രോങ് എന്നും ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു സ്ട്രോങ്. ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ചത്തെ RBIയുടെ പോളിസി നിരക്കിന് ശേഷം അതിൻ്റെ ലൈഫ് ടൈം ഹൈയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 25,150 ടു 25,200 തന്നെയാണ്. സോ ആ ഒരു 25,200 എന്ന് പറയുന്ന ട്രിഗർ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഷോർട്ട് ടേമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മുകളിലേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് റാലി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25,000-ന് മുകളിലേക്കുള്ള ഒരു 25,250-ന് മുകളിലേക്കെങ്കിലും മാർക്കറ്റ് വരേണ്ടതായിരിക്കുന്നു. അതേസമയം നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത 24,750 ടു 24,850 എന്ന് പറയുന്ന ആ ഒരു 100 പോയിൻ്റ് റേഞ്ച് ആയിരിക്കും. സോ ഡൗൺ സൈഡിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,750-ഉം അപ്പർ സൈഡിൽ 25,200-ഉം 200-250 എന്ന് പറയുന്ന 24,750-നും 25,200-250-നും ഇടയിലായിരിക്കും നിഫ്റ്റിയുടെ ഒരു ട്രജക്ടറി ഉള്ളത്. ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റിയെ വീണ്ടും 25,500-ന് 25,250-ന് മുകളിൽ വരികയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു 25,400 ടു 500 വരെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു റാലി ഓപ്പൺ അപ്പാണ്. അതേസമയം ഗ്ലോബൽ ഫാക്ടേഴ്സിൽ ചെറിയ കൺസേൺസ് ഉണ്ട്. കാരണം ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നു. ഏപ്രിലോട് കൂടി, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റോടു കൂടി ഇന്ത്യ US ട്രേഡ് താരിഫ് ചർച്ചകൾ പുരോഗമിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ താരിഫ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിനിധി സംഘങ്ങൾ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ US നിന്നുള്ള രണ്ടാം പ്രതിനിധി സംഘം പോകുന്നതായിട്ടും അറിയുന്നു. ഏതായാലും ആ ഒരു വ്യാപാര കരാറുകൾ അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ കാണുന്നു. അത് ആയിരിക്കും ഇനി മുതൽ അങ്ങോട്ട് മാർക്കറ്റിനെ
ട്രിഗർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ഇവൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഇന്നലെ RBI ഗവർണർ കൊടുത്തിരിക്കുന്ന ഒരു മൈലേജ്, അതായത് ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ച് അല്ലെങ്കിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചത് പ്രകാരം മാർക്കറ്റിൽ ഏകദേശം ആവശ്യത്തിനുള്ള പണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതാത് സെക്ടറുകൾ അവരവരുടെ റോളുകൾ വഹിക്കാനാണ് പോകുന്നത്. അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും മറ്റുള്ള എനർജി പവർ പോലുള്ള സെക്ടറുകളായാലും കൺസംഷൻ ആയാലും റീറ്റെയിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെക്ടർ, ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടറായിട്ടുള്ള ഓട്ടോ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബാങ്കുകൾ, ഇതുപോലുള്ള രംഗങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച തന്നെ കണ്ടു DLF, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അങ്ങനെ പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. തുടർന്നും ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളത് Q4 റിസൾട്ടുകളാണ്. Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു, സംശയമില്ല. കാരണം Q3 നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ മോശം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റും ഒരു കറക്ഷൻ ഫേസിലേക്ക് പോയിരുന്നു. നമ്മളും ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏർലി വാർണിംഗ് സിഗ്നൽ എന്ന പോലെ Q3 റിസൾട്ട് വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷവും അനാലിസിസ് നടത്തിയതിന് ശേഷം മെമ്പേഴ്സിനോടും നമ്മുടെ ക്ലയൻസിനോടൊക്കെ തന്നെ കോൺഷ്യസ് ആയി നിൽക്കാനുള്ളൊരു അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് പോയി. ഇപ്പോൾ Q4 കഴിഞ്ഞിരിക്കുന്നു. Q4 റിസൾട്ടുകൾ ഏകദേശം പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അതിൻ്റെ അനാലിസിസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയും Q4 റിസൾട്ട് ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഒരു മാസീവായിട്ടുള്ള ഒരു ഗ്രോത്തും ഔട്ട്ലുക്കൊന്നും വന്നിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യങ്ങളായിട്ട് കാണുന്നുമില്ല. സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഒന്ന് ഓവറോൾ മാർക്കറ്റിൻ്റെ കേസല്ല, സെലക്റ്റീവായിട്ടുള്ള സെക്ടറുകളിലും സെലക്റ്റീവായിട്ടുള്ള കമ്പനികളിലും മാത്രമാണ് വളരെ ഒരു പ്രതീക്ഷയ്ക്കുള്ള വക എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ തന്നെ ഒരു 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 മോഡറേറ്റ് ടു ആവറേജ് എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഉള്ളത്. വളരെ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള റിട്ടേണുകൾ കൊടുത്തിരിക്കുന്ന ചില സെക്ടറുകളിലുള്ള ചില കമ്പനികൾ മാത്രമാണ്. അപ്പോൾ അതൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. Q4 റിസൾട്ട് എന്ന് പറയുന്നത് അത്രമാത്രം നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. സോ അത് റിയാലിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് Q4 റിസൾട്ടുകൾ ഓൾറെഡി വന്നിരിക്കുന്ന കമ്പനികളുടെ പ്രോഗ്രസ് കാർഡുകളാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അത് നമ്മുടെ ടേബിളിലാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ ഒരു പലിശ നിരക്കിൻ്റെ മാറ്റത്തോടു കൂടി കുറച്ചുകൂടി ബിസിനസ് എൻവയോൺമെൻറ്റ് സ്ട്രോങ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ പണം എക്കോണമിയിലേക്ക് വന്നിരിക്കുന്നു. അത് മുതലെടുത്തുകൊണ്ട് കമ്പനികൾ പെർഫോം ചെയ്താൽ മാത്രമാണ് Q1 പോലുള്ള, അതിൽ തന്നെ ഇൻഡിഗോ പോലുള്ള കമ്പനികൾ ഓൾറെഡി Q1 കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് ചില കമ്പനികൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ ഒരു പണവിപണി അല്ലെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസിയുടെ തന്നെ 1-2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശോഭയൊക്കെ കെടും. അതിനുശേഷം നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോൾ അത് ഏർണിംഗ് ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കാം. ചിലപ്പോൾ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള ട്രംപിൻ്റെ ടാരിഫ് വാറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഇന്ത്യയും US തമ്മിലുള്ള ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് കരാറുകളെയൊക്കെ കുറിച്ചുള്ള അവസാനഘട്ട ചർച്ചകളായിരിക്കാം മാർക്കറ്റിനെ നിയന്ത്രിക്കുക. അതായത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ Q4 റിസൾട്ടുകളിൽ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, അതായത് ബ്രോക്കിംഗ് കമ്പനികളായാലും BSE പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ BSE പോലുള്ള കമ്പനികളൊക്കെ തന്നെ വലിയൊരു രീതിയിൽ നെഗറ്റീവ് മീൻസ് ഒരു പോസിറ്റീവ് ഗ്രോത്ത് കാണിച്ച കമ്പനി ആയിരുന്നില്ല, നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയതായിരുന്നു. പക്ഷേ ഇന്നലത്തെ പലിശ നിരക്ക് തീരുമാനം സ്വാഭാവികമായിട്ടും ഈ ഒരു കമ്പനികളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ഭാവിച്ചു. കാരണം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് തിരിച്ചു വരും, FIIസിനെ പോലും ചിലപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. കാരണം അവർ വിട്ടെറിഞ്ഞു പോയ സമയത്തുണ്ടായ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി ഇന്ത്യ ഒരു പ്രോഗ്രസ് കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എന്തായാലും FIIസിന് പോലും പ്രതീക്ഷ നൽകുന്ന ഒരു വിപണന നയമാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന്. ഏത് തരമെങ്കിലും ഗ്രോത്ത് തിരിച്ചു കൊണ്ടുവരിക, എങ്ങനെയെങ്കിലും സ്റ്റിമുലസ് പാക്കേജസ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇക്കോണമിയെ ഒന്നുകൂടി റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ പോളിസി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും
മറ്റും പോകുന്നതിലേക്ക് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ റിസർച്ച് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിനും അതുപോലെ തന്നെ അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരിൽ തന്നെ സുശാന്ത് സുരേൻ എന്ന പേരിൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും ലഭ്യമാണ്. നമ്മുടെ അവിടെ ന്യൂസ് അപ്ഡേറ്റ്സുകളും ചെറിയൊരു സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വിംഗ് എന്ന് പറയുന്ന ജൂനിയർ കോഴ്സുകളാണ്. അവിടെ നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ റിസർച്ച് നോട്ട്സുകളും വീഡിയോസും നിങ്ങൾക്ക് തന്നെ അവിടെ ലഭ്യമാണ്. ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഈടാക്കിക്കൊണ്ടാണ് ആ സർവീസുകൾ നടത്തുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും അതിനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ കൂടുതൽ ഞങ്ങളുടെ സ്വിംഗ് സജഷൻസിനും മറ്റുമായിട്ട് സീനിയർ ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ ഹെഡ് ചെയ്യുന്ന റിസർച്ച് അനലിസ്റ്റ് ഫേം കൂടിയാണ്. അവിടെ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ കണ്ടിരുന്ന ഏറ്റവും വലിയ IPOകൾ ഒന്ന് ടാറ്റ ഗ്രൂപ്പിൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ടാറ്റ ക്യാപിറ്റൽ ടാറ്റ സൺസിൻ്റെ സബ്സിഡിയറിയാണ്. ടാറ്റയുടെ മിക്കവാറും ഓഹരികൾ കയ്യിലുള്ള ഒരു കമ്പനി കൂടിയാണ് ടാറ്റ ക്യാപിറ്റൽ. ഈ ടാറ്റ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ NBFCകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെപ്റ്റംബറിന് മുന്നേ തന്നെ ഇവരുടെ IPO ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് തത്വത്തിൽ അവർ ഏപ്രിലാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത്. തത്വത്തിൽ അത് അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO വരികയാണെങ്കിൽ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 5 IPOകളിൽ ഒന്നായിരിക്കും. ഏകദേശം 17,000 കോടി രൂപയുടെയെങ്കിലും IPO ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ട് IPO റിവ്യൂ വീഡിയോ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ടാറ്റ ക്യാപിറ്റലിന് ടാറ്റ സൺസിനുമായിട്ട് ടാറ്റ സ്റ്റീലിലും ടാറ്റ മോട്ടോഴ്സിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഹോൾഡിങ്സ് ഉണ്ട്. അതായത് ടാറ്റ സ്റ്റീലിൽ 3.1%, ടാറ്റ മോട്ടോഴ്സിൽ 3.1%, ടാറ്റ കെമിക്കൽ 2.5%, ടാറ്റ പവർ 1.7%, ഇന്ത്യൻ ഹോട്ടൽസ് 1.1%, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 0.1%, ടാറ്റ കമ്മ്യൂണിക്കേഷൻ ടാറ്റ കൺസ്യൂമർ 0.4%, മറ്റു ടാറ്റ കമ്പനികളിലൊക്കെ കൂടി 4.4%-യും ഓഹരികളുണ്ട്. ഇതൊക്കെ വരുന്നത് വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത്ര ശതമാനം ടാറ്റ സൺസ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ TCSൽ ടാറ്റ സൺസിന് ഏകദേശം 71.74%-ൻ്റെ ഓഹരികളുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ 40%, ട്രെൻഡിൽ 32%, ടാറ്റ പവറിൽ 45%, ടൈറ്റനിൽ 20%, ടാറ്റ സ്റ്റീലിൽ 31%-ൻ്റെയൊക്കെ ഇത്രയും വലിയ കമ്പനിയാണ്, ഞാനെല്ലാം വായിക്കുന്നില്ല. ഏതായാലും ആ ഒരു കമ്പനി വരികയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് വലിയൊരു IPO ആയിരിക്കും. 17,000 കോടി രൂപയുടെ IPO എന്ന് പറയുന്നത് വലിയൊരു രീതിയിലുള്ള ഫണ്ടിങ്ങും മാർക്കറ്റിൽ നിന്നുള്ള വിഡ്രോവലൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ടാറ്റയുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യൻ നാവികസേനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 9ഓളം കപ്പലുകൾ ഈ വർഷം നിർമ്മിക്കാൻ പോകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മസ്ദാവ് ഡോക്ക്, അതുപോലെ തന്നെ ഗാർഡൻ റീഫ് ഷിപ്പ് ബിൽഡേഴ്സ്, ഇവരൊക്കെയാണ് ഇന്ത്യൻ നാവിക്ക് വേണ്ടിയിട്ട് 9ഓളം കപ്പലുകൾ നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 1,18,111 കോടി രൂപയോളം ചെലവ് വഹിക്കുന്നതായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ മൊത്തം കോൺട്രാക്റ്റുകൾ. ഇതിൽ മസ്ദാവ് ഡോക്ക് ഏകദേശം 17A എന്ന് പറയുന്ന 8,000 കോടി രൂപ വിലയുള്ള കപ്പലുകളായിരിക്കും ഉണ്ടാവുക. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ഏകദേശം ഒരു സർവേ വെസലും അതുപോലെ തന്നെ 2 ഡൈവിംഗ് സപ്പോർട്ട് വെസൽസുകളുമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഗാർഡൻ റീഫ് ഷിപ്പ് ബിൽഡേഴ്സ് ഏകദേശം 3ഓളം വെസലുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതായാലും ഇന്ത്യൻ നാവിയെ സംബന്ധിച്ചിട്ടും ഈ 3 കമ്പനികളെ സംബന്ധിച്ച്, അതായത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, അതുപോലെ തന്നെ മസ്ദാവ് ഡോക്ക്, ഗാർഡൻ ട്രീ ഷിപ്പ് ബിൽഡേഴ്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയ കോൺട്രാക്റ്റുകളായിരിക്കും ഇതെന്നുള്ളത്. പക്ഷേ ഇവരൊക്കെ ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ചെറിയ ഓർഡറുകളാണ്. ഇവരുടെയൊക്കെ ഓർഡർ ബുക്കുകൾ ലക്ഷങ്ങളിലും കോടികളിലുമാണ് ഉള്ളത്. ഡിഫൻസ് സെക്ടർ ഓൾറെഡി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് വരുന്നുണ്ട്. ഡിഫൻസ് സെക്ടറുകളിൽ ഇനിയിപ്പോൾ വാല്യൂഷൻ വൈസ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് വാങ്ങാവോ, അതുപോലെ തന്നെ മസ്ദാവ് ഡോക്ക് വാങ്ങാവോ എന്നുള്ളത്. ഈ ഒരു സമയത്തിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഡിഫൻസ് സെക്ടറിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇടിവുകളിലും ഡിഫൻസിൻ്റെ ഫണ്ടുകളോ സെക്ടോറിയൽ ഫണ്ടുകളോ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം
നമുക്ക് പല തീമുകളും വേറെയുണ്ട്. ഇപ്പോൾ മൺസൂണൊക്കെ നോർമലാണ്. ഫെർട്ടിലൈസർ സെക്ടർ നോക്കാം. അതിലും FACT ഒന്നുമല്ല. നമുക്ക് UPL ഉണ്ട്. അതുപോലെ തന്നെ GRS, GNFC ഉണ്ട്, RCF ഉണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ FACT പോലുള്ളതൊക്കെ വളരെ ഹൈ വാല്യൂഷനിലാണുള്ളത്. സോ ഫെർട്ടിലൈസർ പോലുള്ള തീമുകൾ, അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റോക്കുകൾ. കാരണം Q4 റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് ഒരു സെക്ടർ, അതായത് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി പോലെ നമുക്ക്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റം കാണിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് കെമിക്കൽ സ്റ്റോക്കുകളാണ്. കെമിക്കൽ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ China+1 സ്ട്രാറ്റജി, അല്ലെങ്കിൽ ചൈനയിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം കെമിക്കൽ രീതികളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, അതായത് സ്പെഷ്യാലിറ്റി കെമിക്കൽ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആയിക്കോട്ടെ, ഇന്ത്യൻ കമ്പനികൾക്ക് അതിൻ്റെ ഒരു മുൻതൂക്കം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കെമിക്കൽ കമ്പനികൾ, അതിലൊന്ന് നവീൻ ഫ്ലൂറോ ഉണ്ട്, ടാറ്റ കെമിക്കൽ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലയൻസിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 905 നിലവാരത്തിൽ 905 നിലവാരത്തിൽ ട്രേഡ് ചെയ്ത് 940 മുകളിൽ വരികയുണ്ടായി. ചെറിയ ദിവസം കൊണ്ട്, 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫെർട്ടിലൈസർ സെക്ടറിൽ നല്ല നല്ല സ്റ്റോക്കുകളുണ്ട്. UPL ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച GNFC പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ പോസിറ്റീവ്. അങ്ങനെ നല്ല നല്ല തീമുകളുണ്ട്. ഡിഫൻസ് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേൺ അറൗണ്ട്സ് കാണിക്കുന്ന Q4 റിസൾട്ടിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ നമ്മുടെ ക്ലയൻസിനൊക്കെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളും സജഷൻസൊക്കെ തന്നെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതാണ്. അതുപോലെ മറ്റൊന്ന് ടീ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ചായയുടെ പൈസ, അതായത് ടീ ഡസ്റ്റിൻ്റെ, ചായപ്പൊടിയുടെ പൈസ വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ഇന്ത്യൻ ടീ ഡിമാൻഡിലാണ്. അതായത് ഇന്ത്യൻ ടീക്ക് നല്ല രീതിയിലുള്ള എക്സ്പോർട്ട് ഓർഡറുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 90%-ലധികം വാല്യൂ എഡിഷനാണ് ടീ എക്സ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഏകദേശം 2 മാസം കൊണ്ട് ഏകദേശം ചായപ്പൊടിയുടെ പൈസയിൽ 18% വർധനവും, കഴിഞ്ഞ ഒരു 2 വർഷം നോക്കുകയാണെങ്കിൽ 18% വർധനവും, കഴിഞ്ഞ 2 മാസത്തെ പൈസയുമായിട്ട് ബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 38% വർധനവാണ് ചായ പൊടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചായ എക്സ്പോർട്ട് കൂടുന്നു. അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 1224 കോടി രൂപയുടെ ടീ എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ടീ സ്റ്റോക്കുകൾ ഓൾറെഡി കോഫി പ്രൈസും ഹൈയിലാണുള്ളത്. CCL പ്രൊഡക്റ്റ് പോലുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ, മറ്റു ടീ സ്റ്റോക്കുകൾ, ഹാരിസൺസ് മലയാളം പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓർമ്മിക്കുക, എപ്പോഴും ടീ സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ സൈക്ലിക്കാണ്. വളരെ ഇതുപോലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ ഇൻ്റർനാഷണൽ ടീയുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ വരുന്ന സമയത്ത് മാത്രമേ മൂവ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ കാണാറില്ല. പക്ഷേ ടീ സ്റ്റോക്കുകളായിട്ട് നമുക്കിപ്പോൾ ഉള്ളത് ഈ കമ്പനികളൊക്കെ തന്നെയാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് LNT. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം വലിയ രീതിയിലുള്ള റിട്ടേണുകളൊന്നും നൽകിയിട്ടില്ല. എന്നാലും നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ, അല്ലെങ്കിൽ ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ കൊടുത്ത സ്റ്റോക്കുകളായിരുന്നു LNTയിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുന്നു. കാരണം അവർക്ക് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയിൽ നിന്നും റെഗുലേറ്ററി അപ്രൂവൽ വന്നിരിക്കുന്നു. അതായത് LNTക്ക് സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള പെർമിഷൻസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഈ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജിയെ സംബന്ധിച്ചിട്ടും വലിയൊരു ചുവടുവെപ്പാണ് LNTയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചിട്ടും. കാരണം ഇവരുടെ വളരെ കാലത്തെ കാത്തിരിപ്പായിരുന്നു ഈ ഒരു അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അത് ഈ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് പുതിയ റിന്യൂവബിൾ എനർജി രംഗത്തേക്ക് എല്ലാ രാജ്യങ്ങളും ചുവടുപിടിക്കുകയാണ്. അപ്പം ഈ ആണവ റിയാക്ടറുകൾ വഴിയുള്ള ഉൽപ്പാദനം ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 24 മുതൽ 27 വരെ ന്യൂക്ലിയർ റിയാക്ടേഴ്സാണുള്ളത്. 450 റിയാക്ടേഴ്സാണ് ലോകം മുഴുവനുള്ളത്. അതിൽ 24 മുതൽ 27 വരെ ഇന്ത്യയിൽ തന്നെയാണുള്ളത്. അതുപോലെ ഇപ്പം നമ്മുടെ മൊത്തം ന്യൂക്ലിയർ എനർജി നോക്കിക്കഴിഞ്ഞാൽ 10% മാത്രമാണ് ഈ ഒരു രംഗത്തു നിന്ന് വരുന്നത്. സോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ രംഗത്തുള്ളത്. അതായത് ഈ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് ഉണ്ടാക്കി അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത് LNTയെ പോലുള്ള, അതായത് LNTയുടെ തന്നെ ചെയർമാൻ, അതായത് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള SN സുബ്രഹ്മണ്യൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ ആനുവൽ റിപ്പോർട്ട് ദിസ് ഈസ് ദ ഓൺലി വൺ കമ്പനി എന്നുള്ളതാണ്. അതായത് ഇവർക്കാണ് ഇപ്പോൾ ഏറ്റവും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഈ ഒരു കപ്പാസിറ്റി സ്മോൾ SMR ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നോളജിയും ഏറ്റവും നല്ല പ്ലാന്റുകളും മറ്റും ഒക്കെ ഉള്ളത് ഇവർക്കാണെന്നുള്ളതാണ്. അതായത്
അപ് ടു 300 മെഗാവാട്ടിൻ്റെതായിരിക്കും ഇത്. MW ആണ് ശരിയാണ് ഉദ്ദേശിക്കുന്നത്, ആണ് മെഗാവാട്ടാണോ അല്ലെങ്കിൽ ഇനി ന്യൂക്ലിയർ പവറുകൾക്ക് വേറെ മെഷേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഏതായാലും ഏറ്റവും ട്രഡീഷണൽ റിയാക്ടേഴ്സിനെ മാറ്റി ഫാസ്റ്റും ചീപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള SMRകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി LNTക്കുണ്ട്. മെനി മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് അവർ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എബിലിറ്റി നമുക്കാണ് ഈ രംഗത്തെന്നുള്ളത് കോൺഫിഡൻസ് കൂടി പറയുന്നു. ഇതിൻ്റെ EPC കേപ്പബിലിറ്റി, അവരുടെ എൻജിനീയറിങ്, പ്രൊക്വയർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ഒക്കെ തന്നെ നടത്താനുള്ള കപ്പാസിറ്റിയുള്ളൊരു കമ്പനിയാണ് LNT എന്നുള്ളതാണ്. അപ്പോൾ സോ LNTക്ക് ഈ ഒരു ഇപ്പോഴവർ നിലവിൽ US അതുപോലെ തന്നെ UK US അതുപോലെ തന്നെ യൂറോപ്പിലും അവരതിനുള്ള ടെക്നോളജി പാർട്ട്നേഴ്സിനെ US യൂറോപ്പിലും ടെക്നോളജി പാർട്ട്നേഴ്സിനെ തിരയുകയാണെന്നാണ് കമ്പനി പറയുന്നത്. ഏതായാലും ഇതിലൊക്കെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും LNT ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ബെനിഫിഷ്യറി ഇൻ ദിസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള പെർമിഷൻസ് LNTക്ക് കിട്ടിയിരിക്കുന്നു US എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും. ഇതൊരു വലിയ രീതിയിലുള്ള മാറ്റമാണ്. അപ്പോൾ LNTയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ റിലയൻസിനെ കുറിച്ചും കുറച്ച് റിപ്പോർട്ടുകളും കുറച്ച് അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. അടുത്ത വർഷത്തെ റിലയൻസിൻ്റെ ടേൺ അറൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട ബിസിനസ്സുകളായിരിക്കും. അതിലൊന്ന് റിലയൻസ് റീറ്റെയിലും മറ്റൊന്ന് ജിയോ ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതായത് അവർ പറയുന്നത് ഈ അടുത്ത വർഷത്തേക്ക് ഏകദേശം അവരുടെ 16% ഗ്രോത്ത് എങ്കിലും ഇബിറ്റയിൽ ഉണ്ടാകും എന്നുള്ളതാണ് 2026. കാരണം 2025 വെറും 2% വർധനവായിരുന്നു ഉണ്ടായിരുന്നത്. സോ 16%-എങ്കിലും വർധനവ് അടുത്ത വർഷം ഇബിറ്റയിൽ ഉണ്ടാകും. അതിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 2 ബിസിനസ്സുകളായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. റിലയൻസ് റീറ്റെയിലും അതുപോലെ തന്നെ റിലയൻസ് ജിയോയുമാണ്. ഈ ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരുടെ ക്യാഷ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഏകദേശം 140 ബേസിസ് പോയിൻ്റ് ഉയർച്ച കാണിക്കും, 11% മാറും 2027 കൂടിയെന്നാണ് പറയുന്നത്. ഏറ്റവും കുറവ് ഡൗൺവേർഡ് റിസ്ക് ഉള്ള സമയമായിരിക്കും റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത 1-2 വർഷം എന്നുള്ളതാണ്. കാരണം അവരുടെ റിഫൈനിങ് മാർജിനിൽ ഒരു റെവല്യൂഷണറായിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റ് 15% റവന്യൂ ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. B2C റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായിട്ട്. ടെലികോം താരിഫ് 2026 സെക്കൻഡ് ഹാഫിൽ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏകദേശം 66.5% ഓഹരികളാണ് റിലയൻസ് ജിയോയിൽ കൈയാളുന്നത്. അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ 83% റിലയൻസ് റീറ്റെയിലിൻ്റെ ഓഹരികളും റിലയൻസ് ഇൻഡസ്ട്രീസിലാണുള്ളത്. ബാക്കിയുള്ളവരാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസും സോവറിൻ ഫണ്ട്സും അതുപോലെ തന്നെ ടെക്നോളജി കമ്പനീസൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. വാൾസ്ട്രീറ്റിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇത് പ്രകാരം ഒരു പുതിയ എനർജി കപ്പാസിറ്റി, അതായത് അവരുടെ കലണ്ടർ ഇയറിൽ 2026 ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് 10 ജിഗാവാട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സോളാർ ആൻഡ് 30 ജിഗാവാട്ട്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് സെൽ അസംബ്ലിയൊക്കെ തന്നെ ഓൾറെഡി ഗ്രൂപ്പ് ലോങ് ടേം പ്രോസ്പെക്റ്റീവ്സ് കൊണ്ട് തന്നെ അവർ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഇൻഫോകാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് 23% വർധനമാണ് 2026 ഇബിറ്റയിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 14% ഇയർ ഓൺ ഇയർ റൈസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ആവറേജ് റവന്യൂ പെർ യൂസർ 236 ആയിരുന്നു 2026 കൂടി 236 രൂപയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ടെലികോം സെക്ടറിലും ഫിക്സ്ഡ് വയർലെസ് ആക്സസും അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ഗ്രോത്തും ഒക്കെ തന്നെ സ്ട്രോങ് ആണ്. അവിടെയാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്ന വാർത്ത, ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിൽ വയറുകളില്ലാത്ത വയർലെസ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതായത് സാറ്റലൈറ്റ് വഴി കൊടുക്കുന്ന രീതിയിലുള്ള വന്നിരിക്കുന്നു. കുറച്ച് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കെങ്കിലും അത് പോപ്പുലർ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ജിയോയ്ക്ക് ചിലപ്പോൾ ഒരു കോമ്പറ്റീറ്ററായി വന്നേക്കാം. എങ്കിലും നോൺ കണക്ടിവിറ്റി ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിൽ ഗ്രോത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഓൾ ടുഗെദർ റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഈ 1-2 വർഷങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ റിലയൻസ് ജിയോ ഫിനാൻഷ്യൽസിലും മൂവ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം NBFCകൾക്ക് കൊടുത്തിരിക്കുന്ന ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറി റിലയൻസ് ജിയോ ഫിനാൻഷ്യൽസിന് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും റിലയൻസ് അതുപോലെ തന്നെ LNT പോലുള്ള വലിയ ലാർജ് ക്യാപ് കമ്പനികൾക്ക് ഇനി അങ്ങോട്ട് 1-2 വർഷത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് ഔട്ട്ലുക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു RBI പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒരു പഴയ സ്റ്റോക്ക് കവറേജിലുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു. ശ്രീറാം ഫിനാൻസ് തന്നെയാണ്, വെഹിക്കിൾ ഫിനാൻസ് രംഗത്തുള്ള ശ്രീറാം ഫിനാൻസ് തന്നെയാണ്. ഈ കമ്പനിക്ക് ഇനിയും ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇനിയും അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ഈ ഒരു പോളിസി റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ബെനിഫിഷ്യറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളൊരു ഓഹരി തന്നെയാണ്
ശ്രീറാം ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ അത് ആവർത്തിക്കാത്തത്. ഏതായാലും ഓരോ Q4 റിസൾട്ടുകളും ക്വാർട്ടർ റിസൾട്ടുകളും വരുന്നതിനനുസരിച്ച് ഫണ്ടമെൻ്റൽസിലും വാല്യൂഷൻസിലും ഒക്കെ തന്നെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പോളിസി എഡിഷൻസ് കൂടി വന്നതോടുകൂടി ശ്രീറാം ഫിനാൻസിന് മുന്നോട്ടുള്ള യാത്ര വളരെ കുറച്ചുകൂടി സുഖകരമായിരിക്കും. അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ശ്രീറാം ഫിനാൻസ് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഒരു 700, 750, 800 വരെയൊക്കെ പോകാനുള്ള സാധ്യത ശ്രീറാം ഫിനാൻസിന് വളരെ കൂടുതലാണ്. അതുപോലെ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു ഡിപ്സിൽ വാങ്ങുക എന്നുള്ളത് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അതുപോലെ ഞാൻ ഇന്ന് സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളും ലൈം ലൈറ്റിലാണ്. PSE ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല ബ്രോക്കിംഗ് ഫേമുകളൊക്കെ തന്നെ വെള്ളിയാഴ്ചയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആളുകൾക്ക് സർപ്ലസ് ക്യാഷ് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ടെൻഡൻസി ഈ സമയത്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി സ്റ്റോക്കുകൾ ലൈം ലൈറ്റിൽ വരാൻ സാധ്യത. അതുപോലെ തന്നെ ഇന്ത്യയിൽ SIP മ്യൂച്വൽ ഫണ്ട്സൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തുള്ളൊരു കമ്പനിയായിട്ടുള്ള CAMS ലിമിറ്റഡ് ആണ്, CAMS ലിമിറ്റഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു കമ്പ്യൂട്ടർ ഇതിൻ്റെ ഫുൾ ഫോം CAMS എന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ് എന്നാണ്. ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻ്റാണ്. RT ഏജൻസ് ആണ്. അത് മ്യൂച്വൽ ഫണ്ട്സുകൾക്കായിട്ട് ചെയ്യുന്ന പണികളാണിത്. അതായത് ഏകദേശം 68% മാർക്കറ്റ് ഷെയർ ഈ ഒരു രംഗത്ത് അസറ്റ്സിൽ കൈയാളുന്നൊരു കമ്പനിയാണ്. അതായത് ഇവരുടെ കോമ്പറ്റീറ്ററായിട്ടുള്ളത് KFin ടെക്നോളജിയാണ്. KFinഉം CAMSഉം ഈ രണ്ട് ആൾക്കാരാണ് ഈ ഒരു ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്നത്. അപ്പോൾ രണ്ട് പേര് മാത്രമുള്ളൊരു ബിസിനസ്സാണ്. ഇതിൽ 68% മാർക്കറ്റ് ഷെയറും ഈ കമ്പനിയുടെ കയ്യിലാണുള്ളത്. മൊത്തം മാർക്കറ്റ് ഷെയറിന് 68% ഇവരുടെ കയ്യിൽ വരുന്നു. അസറ്റ്സ് അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കമ്പനി ഏകദേശം 9.4 കോടി ആൾക്കാരുടെ ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ ആണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 15 വലിയ മ്യൂച്വൽ ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേരുടെ പോർട്ട്ഫോളിയോ ഇവരുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഇവർ ഏകദേശം പുതിയ 5ഓളം ന്യൂ AMCകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലധികം ഇപ്പം ജിയോയുടെ ബ്ലാക്ക് റോക്കുമായിട്ട് ബന്ധപ്പെട്ട ബ്ലാക്ക് റോക്കും രജിസ്റ്റർ ചെയ്തെടുത്ത് ഇവരുടെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സെബിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതും അടുത്തൊരു 6 മാസം കൊണ്ട് അവരും വരാൻ പോകുന്നു. അവരോട് വരികയാണെങ്കിലും ഒരു ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് CAMS തന്നെയായിരിക്കും. ഈവൻ നോൺ മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ നോക്കിക്കഴിഞ്ഞാലും പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും ഇൻഷുറൻസ് റെസ്പോസിറ്ററിക്ക് വേണ്ടിയിട്ടും അതുപോലെ KYC രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് തന്നെ ഇവരുടെ ആവശ്യമുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ KRA രജിസ്ട്രേഷൻ ആണ്. 20% മാർക്കറ്റ് ഷെയർ അതിലുമുണ്ട്. അത് ഏകദേശം 25%-ലധികം വളർച്ച സാധ്യതയുള്ളതാണ്. അപ്പോൾ കമ്പനി ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. 440ഓളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. 72% സ്റ്റേക്ക് അവരുടെ കയ്യിലാണുള്ളത്. ഫിനാൻഷ്യൽസ് വളരെ സ്ട്രോങ് ആണ്. Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഒരു 4% ഡിക്ലറേഷൻ കുറവ് ക്വാർട്ടറിൽ കാണിക്കുന്നുണ്ട്. അതേസമയം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും AUM ഒക്കെ തന്നെ 2.3% ഗ്രോത്ത് കോൺട്രാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് 9%ആണ്. Q ഡിക്ലൈൻ ഏകദേശം ചെയ്തിട്ടുണ്ട്. Q4 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 113 കോടി രൂപയായിരുന്നു. പക്ഷേ നെറ്റ് മാർജിൻ ഹെൽത്തിയാണ്, 32% ഉണ്ട്. അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 23 രൂപ EPS ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി Q1 2026 എസ്റ്റിമേഷൻ അനുസരിച്ചിട്ട് ഫേവറബിൾ ആയിരിക്കും. പ്രത്യേകിച്ചും ഈ RBI പോളിസിയും കാര്യങ്ങളൊക്കെ വന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കും. 2025 റവന്യൂവിൽ 25% വർധനവുണ്ടായിരുന്നു. അതായത് 1422 കോടി രൂപയുടെ സെയിൽസും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 32% വർധനവ്, അതായത് 464 കോടി രൂപ. ആലോചിച്ച് നോക്കണം, 1422 കോടി രൂപയുടെ സെയിൽസ് വന്ന സ്ഥാനത്ത് 464 കോടി രൂപ ലാഭമാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അതായത് 33% നെറ്റ് മാർജിൻ എന്ന് വേണം പറയാൻ. 100 രൂപയുടെ ബിസിനസ് നടത്തുമ്പോൾ 33 രൂപയും കമ്പനിയുടെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാഭമാണെന്നറിയാം. 49 കോടി രൂപയുടെ ഇക്വിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത്. ഫേസ് വാല്യൂ 10 രൂപയാണ്. ഒരു ഷെയറിന് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം 95 രൂപയുടെ EPS ആണ് കമ്പനി ഉണ്ടാക്കിയത്. CAMS നല്ല സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉണ്ട്. ഹൈ മാർജിൻ 33% നെറ്റ് മാർജിൻ ഈസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 46%. 1119 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉണ്ട് ഈ കമ്പനിക്ക്. 680 കോടി രൂപ ക്യാഷായിട്ട് മാത്രം നിൽക്കുന്നു. അതുപോലെ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. ആനുറ്റി
എന്താണ് പറയേണ്ടത്, ഒരു ലൈക്ക് ഇൻകം തന്നെയാണിത്. ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും AUM ഒക്കെ ഒരു 15% CAGR വളരാനുള്ള സാധ്യതകളാണ് 2030 വരെ കാണുന്നത്. 19.3% CAGR ഗ്രോത്താണ് ഇപ്പോൾ പാസ്റ്റ് ഒരു 10 വർഷം നോക്കിക്കഴിയുമ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇൻഡസ്ട്രി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും 2 പേര് മാത്രമേ ഉള്ളൂ. ഹൈ സ്വിച്ചിങ് കോസ്റ്റാണ്. RTA ബിസിനസ് കസ്റ്റമർ സ്റ്റിക്കിയാണ്, അവർ സ്വിച്ച് ചെയ്യാൻ നോക്കില്ല. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഈൽഡ് കമ്പാരിസൺ ഏകദേശം 7% 2026 എസ്റ്റിമേഷൻ. അത് ലാർജ്ലി പ്രൈസ്ഡ് ആണ്. വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും 30% പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് 2026. ക്യാംസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 21,000 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് വെറും 35 ട്രേഡ് ചെയ്യുന്നത്. 2026 ഏർണിങ്സ് എക്സ്പെക്റ്റ് ചെയ്തത് 118 രൂപയാണ്. കമ്പനിയുടെ കയ്യിൽ 138 രൂപ ഒരു ഷെയറിന് ക്യാഷായിട്ട് മാത്രമുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു പിയറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് KFin ടെക്നോളജിയാണ്. KFിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,700 കോടി രൂപയാണ്. പാറ്റ് 333 കോടി രൂപയാണ്, വളരെ കുറവാണ്. 2026 എസ്റ്റിമേഷൻ ബേസിസ് KFിന് ഏകദേശം 48 പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിളാണ് ട്രേഡ് ചെയ്തത്. അതേസമയം അതിനേക്കാൾ വലിയതായിട്ടുള്ളൊരു കമ്പനി 35 ട്രേഡ് ചെയ്യുന്നു. സോ ഒരു CDSL പോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സജസ്റ്റ് ചെയ്ത് ഓഹരിയായിരുന്നു VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ്. നീങ്ങിയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. നമ്മളൊരു ഈ ഒരു സജഷൻ പറയുന്ന സമയത്ത് നമുക്കൊരു കമ്പനി പരിചയപ്പെടുത്തുക, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പരിചയപ്പെടുത്തുക, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്ട് നൽകുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇതും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ കമ്പനി ക്യാംസ്, എൻ്റെ ഒരു ടാർഗറ്റ് അടുത്തത് ഒരു 5,000 രൂപയെങ്കിലും ഈ കമ്പനി മിനിമം പോവേണ്ടതാണ്. CDSL ആയിട്ട് കമ്പയർ ചെയ്യാം. CDSL നമ്മൾ 200 രൂപക്ക് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് CDSL. എൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇവിടെ ചാനലിൽ കിടപ്പുണ്ട്. 2020-21 സമയത്ത്, ആ കൊറോണ സമയത്ത് നമ്മൾ ചെയ്ത വീഡിയോ. അപ്പോൾ അതുപോലെ ഹിന്ദുസ്ഥാൻ കോപ്പറിന് റെയർ എർത്ത് മെറ്റൽ ഡിഗ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്തതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. കൂടുതൽ വാർത്തകൾ നമുക്ക് നമ്മുടെ ക്ലയൻസുകൾക്കൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ലൊരു ട്രേഡിംഗ് വീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. മറക്കരുത്, ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവിധ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനുണ്ട്. iOS-ലും ആൻഡ്രോയിഡിലും ഒക്കെ തന്നെ ലഭ്യമാണ്. അതുപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകളുണ്ട്. നിങ്ങൾക്കതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ സ്വിങ്സും രജിസ്ട്രേഷനും അല്ലെങ്കിൽ റിസർച്ച് നോട്ട്സുകളൊക്കെ സ്കിങ്ങിനും അതൊക്കെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഒന്ന് ശ്രമിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.